അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ നമ്മുടെ SSFന്റെ ഗോൾഡൻ 50യുടെ നഗരിയിലാണ്. നഗരിയിൽ നമ്മളിങ്ങനെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡൽഹി ത്വയ്ബ ഹെറിറ്റേജിന്റെ അവരുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എല്ലാ സംഗതികളും അവർ 11 വർഷത്തോളം ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനു മുമ്പ് എന്താണ് ത്വയ്ബ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ, ഉത്തരേന്ത്യൻ മേഖലകളിൽ അവർ നടത്തുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ആളുകൾക്കുള്ള വിദ്യാഭ്യാസം, നമ്മളെ തെരുവിൽ വിദ്യാഭ്യാസം നേടാത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ പല നഗരങ്ങളിലും എന്താ പറയുക, നമ്മളെ വാട്ടർ ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ കോൽക്കിണർ പോലുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വിവിധ തര കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഓഫീസിൽ നിന്ന് ഈ ഒരു സെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അവർ ഇവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഡൽഹി ത്വയ്ബ ഹെറിറ്റേജ് നമ്മൾ സ്റ്റാറ്റസിലൂടെയൊക്കെ നിരന്തരമായിട്ട് കാണുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്താണ് ഒരു സംഭവം, നിങ്ങൾ എന്താണ് നടത്തുന്നത് നമുക്ക് സ്റ്റാറ്റസിലൂടെ കണ്ടങ്ങ് പോകുന്നല്ലാണ്ട്, പക്ഷെ എന്താണ് നിങ്ങൾ ഒരു 11 വർഷത്തോളം പല കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും അതറിയൂല. കൃത്യമായിട്ട് അതൊന്ന് നമ്മളെ പ്രേക്ഷകരിലേക്കും അല്ലാത്ത ആൾക്കാരിലേക്കൊക്കെ എത്തിച്ചാൽ വളരെ സന്തോഷമാണ്. കാരണം ഒന്നുകൂടിയും ഒരു വ്യക്തമായ അറിവാണല്ലോ, കാരണം ഇത് മൊത്തത്തിൽ അറിയുമ്പോൾ. ഇൻഷാ അല്ലാഹ് 500 വില്ലേജുകളാണ് നമ്മൾ ചെയ്യുന്നത്. 500 വില്ലേജ്, 500 വില്ലേജ്, 33 ഡിസ്ട്രിക്ട്, 9 സ്റ്റേറ്റ്. ഈ കാണുന്ന പദ്ധതികളൊക്കെ നമ്മൾ ഗോൾഡൻ 50യുടെ മുമ്പ് ചെയ്ത് വെച്ചതാണ്. ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല, നമ്മൾ പ്രഖ്യാപിച്ചു വെച്ചതല്ല. ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചൊരു സംഗതിയാണ്. 508 മോഡൽ സ്കൂളുകൾ നമ്മൾ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ പോയി അവിടെ നമ്മളെ പ്രവർത്തകർ താമസിച്ച്, അവരെ കീഴിൽ ഇപ്പോൾ ഒരു മലയാളിയായ പ്രവർത്തകരുണ്ടെങ്കിൽ അവൻ്റെ കീഴിൽ 20-30 മദ്രസകൾ മോഡൽ സ്കൂളുകളായിട്ട് 2 വിദ്യാഭ്യാസം, ദുനിയാവി ഉഖ്റവി വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെ 500 13 ലേണിംഗ് സെൻ്ററുകൾ. ലേണിംഗ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലേ, ഇത്തരത്തിലുള്ള സംവിധാനം എല്ലാ മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, അത്തരത്തിലുള്ള 13 ലേണിംഗ് സെൻ്ററുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ബോർഡ് വരെ ഡിജിറ്റലായിരിക്കും. നമ്മൾ സാധാരണ ചോക്ക് കൊണ്ടുവരുന്ന ബോർഡൊന്നും ഉണ്ടാവില്ല, ഫുൾ സ്ക്രീനിലായിരിക്കും എല്ലാ വിഷയങ്ങളും. പറഞ്ഞതെന്ന് വെച്ചാൽ അതിനേക്കാൾ ഏറെ ഇനിയും നമുക്ക് കൊണ്ടുവരണം. 13 ആയിട്ടേ ഉള്ളൂ, 10,000 ആവണം. നമുക്ക് ഇവിടെ നമ്മൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ചെയ്താലും മതിയാകൂല. ഉറപ്പാണ്. നമ്മളിപ്പോ ഇവിടെ ഏകദേശം 8 മാസത്തോളായി കുറെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ സാഹചര്യങ്ങളൊക്കെ ക്യാമ്പസിൽ നിന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുന്നു. 813 ദിവസം 580 വില്ലേജ്. അതൊന്ന് അടുപ്പിച്ചാളിട്ടതാ, അത് കാണില്ല ഞങ്ങള് അടുപ്പിച്ചാളി. 813 ദിവസം 580 വില്ലേജുകൾ, 4,71,540 കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞത് നമ്മൾ ഫുഡ് ഓൺ വീൽസ് എന്നാണ് നമ്മളുടെ ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയുടെ ഒരു പേര്. അത് നമ്മൾ കൊടുക്കലെന്ന് വെച്ചാൽ അതിനായിട്ട് സ്പെഷ്യൽ ടീംസ്, സ്പെഷ്യൽ വാഹനം, ആ ടീംസ് ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ച് അവിടെ എന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നമ്മളൊരു വില്ലേജ് നമ്മൾ ഏറ്റെടുത്താണ് ഈ സ്കൂൾ ഫുഡ് ഓൺ വീൽസ് സ്കൂൾ. അത് കാണില്ല ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് ഏറ്റെടുത്ത സ്കൂളാണ് കേട്ടോ. അങ്ങനെ എടുത്തൊരു സ്കൂളാണിത്. ഈ കുട്ടികളൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. മാഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ചെയ്യുന്നത് സ്കൂൾ വിഷയം പറഞ്ഞല്ലേ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടുത്തല്ല 50 പബ്ലിക് ടോയ്ലറ്റുകൾ. അതായത് ഇവിടെയുള്ള പൊതുവെ കാര്യം സാധിക്കുന്നതൊക്കെ പൊതുവെ എന്താണ് ജനങ്ങളുടെ പബ്ലിക്കിലായിട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ പാടത്ത് പോയി കണ്ടിട്ടോ നമ്മളിപ്പോ ഗോവണ്ടി വന്ന സമയത്ത് ആ സംഗതി കണ്ടു കഴിഞ്ഞ് നിലവിലുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മാതിരി ടോയ്ലറ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയകളിൽ പോയിട്ടുണ്ട് നമ്മൾ. ടോയ്ലറ്റുകൾ, അതുപോലെ 18 വീടുകൾ, അത് പാവങ്ങളായ ആൾക്കാർക്ക് നിങ്ങൾ വെച്ച് നൽകിയതാണ്. നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് വെച്ചു കൊടുക്കുക. ഒന്നുമില്ലാത്ത പാവപ്പെട്ട മക്കളെ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യും.
18 10,000 വീട് വേണ്ട ആൾക്കാർ ഇപ്പം നിലവിൽ ദരിദ്ര ആൾക്കാർ നമുക്ക് നമുക്ക് നൽകാൻ സാധിക്കും. നമ്മുടെ പദ്ധതിയാണ് ഡോക്ടർ വീൽസ്. ഇനി ഇങ്ങോട്ടുള്ളത് ഡോക്ടർ വീൽസ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നമ്മുടെ സെന്റർ ഉണ്ട്. നമ്മുടെ ഗോൾഡൻ ഗിഫ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് അവിടെ അവസ്ഥകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. കാല് പഴുത്തി ഈച്ച എന്താണ് വന്നിരുന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പിന്നെന്താണ് ഇത് കാണിക്കാൻ പൈസ ഇല്ലാത്തത് അങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ. കാരണം ഉള്ളേരിയകളിലാകുമ്പോൾ എന്താണ് യാത്രാ ബുദ്ധിമുട്ടുകൾ നല്ല നേരിടുന്ന ഏരിയകളായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യൂല, അവർ കൂടുതൽ പോകൂല. ഇപ്പം നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ വണ്ടി ഫുഡ് ഹോംവേഴ്സിൻ്റെ കാറുകൾ അവിടെ കണ്ടിട്ടുണ്ടോ? ആ കാറും കൊണ്ട് നമ്മൾ ഡോക്ടറുമായിട്ട് പോയി അവിടെ ഷെഡ് കെട്ടി അവിടെയുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ ചെക്കപ്പുകളും ഹെൽപ്പുകളും നമ്മളവിടെ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ സഹായിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് ഡൽഹി ത്വയ്ബ ഹെറിറ്റേജ് എന്ന് പറയുന്ന NGO ആണ് നമ്മുടേത് കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ വിഭാഗം ആളുകൾക്ക്, അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എല്ലാ വിഭാഗം ആളുകൾക്ക്. മനുഷ്യരെയാണ് നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പരിപാടിയല്ല, പാവപ്പെട്ട മനുഷ്യരെ ഫോക്കസ് ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പല ആൾക്കാരും കാണും, അവരൊക്കെ സഹായിക്കുക. അത്ര പറയാം. മാഷാ അല്ലാഹ് ഈ ഒരു ഏരിയയും കൂടി കാണിച്ചത് ഇത് നമ്മൾ വിശദീകരിച്ചല്ലേ. അപ്പം ഞങ്ങളൊരു സലാം പറഞ്ഞ് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാം. ത്വയ്ബ ഹെറിറ്റേജ് മാഷാ അല്ലാഹ്, ഡൽഹി ത്വയ്ബ ഹെറിറ്റേജ് ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും എത്തിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.